മോസ്റ്റ് പ്രോബബ്ലി ഞാൻ സ്മോക്കർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ നെർവ്സ് ഇതെല്ലാം ഇത് ചുരുങ്ങി 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 ബ്ലഡ് ഫ്ലോ അതിലേക്ക് ഉണ്ടാവില്ല, ഒരു ക്രോണിക് സ്മോക്കറാണെങ്കിൽ. അപ്പോൾ സ്മോക്കിംഗ് ആണ് എൻ്റെ കാരണം. ഞാൻ ഡയബറ്റിക് ആണ്, ക്രോണിക് അൺകൺട്രോൾ ഡയബറ്റിക് ആണെങ്കിൽ എനിക്ക് എൻ്റെ ബോഡിയിലേക്കുള്ള എല്ലാ ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഇറക്ഷനെ ബാധിക്കും. ഇതിവിടെ മാത്രമല്ല, അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എത്തി റൈറ്റ് പേഴ്സൻ്റെ അടുത്ത് എത്തിയെങ്കിൽ നമ്മൾ ഉടനെ അവരെ കാർഡിയക് ഇവാലുവേഷൻ വിടണേ. എൻ്റെ ഇവിടെ മാത്രമല്ല, ഈ ബ്ലഡ് ഫ്ലോ ഇവിടെയും കുറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരു യൂറോളജിനെ കണ്ടിട്ട് എന്താണ് ഇപ്പോൾ അവർക്ക് വേരിക്കോസിൻ്റെ പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ഈ സംഗതി കഴിക്കാനായിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ചെറുപ്പക്കാർ ഇത് വാങ്ങിയാൽ കഴിക്കും. ഒരു ഫംഗ്ഷൻ ഇതിൽ നടക്കില്ല. കാരണം ഇത് എറക്ഷൻ പ്രോബ്ലം ഉള്ളവരിൽ മാത്രം വർക്ക് ചെയ്യുള്ളൂ എന്ന് ഇവർക്ക് അറിയാൻ പാടില്ല. എന്ന് മാത്രമല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഇവർ എന്നോട് പറയും തലവേദന എടുക്കുന്നു, ബോഡിയിലൊക്കെ ഒരു ഹോട്ട് ഫീലിംഗ് വരുന്നു, പിറ്റേ ദിവസത്തേക്ക് ഒരു ആ സമയത്ത് ബിസിനസ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട്. ഒരു ചെറുപ്പക്കാരന് അവൻ ഓൾറെഡി അവൻ ഹെൽത്തിയാണ്. അപ്പോൾ അവന് ഈ മെഡിസിൻ ഒരിക്കലും വർക്ക് ചെയ്യാൻ പോണില്ല. ഒരു വീക്കുള്ള ഒരാൾക്ക് മാത്രമാണ് എത്ര നിങ്ങൾ കഴിച്ചാലും, ഇനിയിപ്പോൾ ഡോസ് കൂടുതൽ കഴിച്ചാൽ നിങ്ങൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെർമനൻറ്റ് ഡാമേജ് സംഭവിക്കുകയുള്ളൂ, അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോണില്ല. പിന്നെ ഇറക്ഷൻ ഉണ്ടാവണമെങ്കിൽ മെഡിസിൻ മാത്രം പോരാ, നിങ്ങൾക്ക് ആ ഫീലോടെയും വരണം. കാരണം ബ്രെയിനാണ് ഏറ്റവും വലിയ സെക്ഷൽ ഓർഗൻ. അപ്പോൾ ഈ ബ്രെയിനായിട്ട് കണക്റ്റഡാണ് പല പ്രശ്നങ്ങളും. അധികം പേരിൽ ഞാൻ കണ്ടിട്ടുള്ളത് പെർഫോമൻസ് ആങ്സൈറ്റി, അല്ലെങ്കിൽ മാസ്റ്റുർബേഷൻ അഡിക്ഷൻ, പോണോഗ്രാഫി, പോൺ അഡിക്ഷൻ, ഇത്തരം ഇത് കണ്ട് അവർക്ക് ഇറക്ഷൻ ഇൻഡ്യൂസ്ഡ് വരും. അതായത് പോൺ ഇൻഡ്യൂസ് ഇറക്ഷൻ ഡിസ്ഫങ്ഷൻ വരും. അവരുടെ ബ്രെയിൻ ഡോപ്പാമിൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോൺ കണ്ടാൽ മാത്രം. അപ്പോൾ അവർക്ക് നോർമൽ സെക്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, അങ്ങനെ ഇറക്ഷൻ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ സൈക്കോതെറാപ്പിയിലൂടെ ഇവരെ ഇതിൽ നിന്ന് മാറ്റി അത് ഫാസ്റ്റ് ഡോപ്പാമിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് സ്റ്റേപ്പിൾ ഡോപ്പാമിലേക്ക് കൊണ്ടുവരണം. അതിന് അവിടെ അത് നിർത്തണം, എന്നിട്ട് പുതിയ രീതിയിലേക്ക് കൊണ്ടുവരണം. ഇതിന് പകരമായിട്ട് ഇതും മേടിച്ച് കഴിച്ചുകൊണ്ട് കഴിക്കുന്നതിനും പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല. കാരണം ഈ ഒരു ഡിസോർഡറായി മാറിക്കഴിഞ്ഞു അത്.